ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ബാക്കിയും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ 84 ക്വസ്റ്റ്യൻ നമ്പർ 84 വരെയാണ് പ്രീവിയസ് വീഡിയോയിൽ കവർ ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 85 ആണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ റിക്വയർമെന്റ് വരുന്നത് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് സാർ കമ്പനീസ് ഇൻവെന്ററി ഓർഡറിംഗ് പോളിസി. ഓക്കെ, ഇൻവെന്ററി ഓർഡറിംഗ് പോളിസിയുടെ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മെയിൻലി വരുന്നത് മൂന്ന് കോസ്റ്റുകളാണ്. പെർച്ചേസ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. മൂന്ന് കോസ്റ്റുകളാണ് മെയിൻലി വരുന്നത്. ഓക്കെ, അതിലെ പെർച്ചേസ് കോസ്റ്റ് എല്ലാ സമയത്തും ഉണ്ടാവാറില്ല. ഡിസ്കൗണ്ട് ഒക്കെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രമേ പെർച്ചേസ് കോസ്റ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് മാത്രമാണ് ഉണ്ടാവാറ്. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് സിനാരിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻവെന്ററി ഓർഡറിംഗ് പോളിസി ഓഫ് സാർ കമ്പനി is to order 1 lakh units. They are ordering 1 lakh units. That means this is the queue. This is their ordering size. This is their ordering quantity, reorder quantity. So they are ordering 1 lakh units when the inventory level falls to 20,000 units. What is this? This is their reorder level. So here എന്താണ് അവര് 20,000 യൂണിറ്റ്സ് ആണ്. 20,000 യൂണിറ്റ്സ് ആവുന്ന സമയത്ത് 1 lakh യൂണിറ്റ്സ് അവർ ഓർഡർ ചെയ്യുന്നു. 1 lakh യൂണിറ്റ്സ് ആണ് അവർ ഓർഡർ ചെയ്യുന്നത് 20,000 യൂണിറ്റ്സ് ആവുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് the cost of placing and ordering and processing an order is 200. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് പ്രോസസ് ചെയ്യാനാവുന്ന കോസ്റ്റ് 200 ആണ്. ദാറ്റ് ഈസ് CO. While the cost of holding inventory is 0.5 per unit per year. Okay, cost of holding 1 unit for 1 year is 0.5. That is CH. Orders are received 1 week after being placed with the supplier. സപ്ലയർ എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഓൺ ആൻ ആവറേജ് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഈ 1 വീക്ക് എന്ന് പറയുന്നത് ആവറേജ് ലീഡ് ടൈം ആണ് അല്ലെ. സപ്ലയർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം. അത് ആവറേജ് ലീഡ് ടൈം ആണ് 1 വീക്ക്. ഇനി പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ, ഇത് അടുത്തൊരു വർഷത്തേക്കുള്ള റിക്വയർമെന്റ് എത്രയാ? 6 lakh ആണ്. അടുത്തൊരു വർഷത്തേക്കുള്ള ആനുവൽ ഡിമാൻഡ് എത്രയാ? 6 lakh ആണ്. ആനുവൽ ഡിമാൻഡ് 6 lakh ആണ്. 50 വീക്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇൻവെന്ററി ഓർഡറിംഗ് പോളിസി. ഇവിടെ പെർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ പെർച്ചേസ് കോസ്റ്റിന്റെ ആവശ്യമില്ല. ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും മാത്രം മതി. ഹോൾഡിംഗ് കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് CH ഇൻറ്റു ആവറേജ് ഇൻവെന്ററി ആണ്. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് Q/2. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് Q/2 പ്ലസ് മിനിമം ഇൻവെന്ററി. Q/2 പ്ലസ് മിനിമം ഇൻവെന്ററി. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് CO ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് D/Q. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാം തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഹോൾഡിംഗ് കോസ്റ്റ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള CH തന്നിട്ടുണ്ട്. CH എത്രയാ? CH is 0.5 ഇൻറ്റു Q തന്നിട്ടുണ്ട്. എത്രയാ? ഓരോ തവണയും ഓർഡർ ചെയ്യുന്നത് 1 lakh ആണ് ബൈ 2 പ്ലസ് മിനിമം ഇൻവെന്ററി നമുക്ക് കാണണം. CO ആണെന്നുണ്ടെങ്കിൽ CO തന്നിട്ടുണ്ട് 200 ആണ് ഇൻറ്റു ആനുവൽ ഡിമാൻഡ് 600,000 ആണ് ഡിവൈഡ് ബൈ Q വരുന്നത് 1 lakh ആണ്. നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ കിട്ടും. എത്രയാ? 600,000 ഡിവൈഡഡ് ബൈ 100,000 ഇൻറ്റു 200. ദാറ്റ് ഈസ് 1,200 is the ordering cost. 1,200 is the ordering cost. 1,200 is the ordering cost. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഹോൾഡിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇനി ആരെയും കൂടെ വേണ്ടത്? ഈ മിനിമം ഇൻവെന്ററിയും കൂടെയാണ് വേണ്ടത്. ആ മിനിമം ഇൻവെന്ററി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മിനിമം ഇൻവെന്ററി ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ഓക്കെ, റീഓർഡർ ലെവൽ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 20,000 യൂണിറ്റ്സ്. 20,000 യൂണിറ്റ്സ് ആണ് റീഓർഡർ ലെവൽ. ആവറേജ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ലീഡ് ടൈം തന്നിട്ടുണ്ട്. ആവറേജ് ലീഡ് ടൈം വരുന്നത് 1 വീക്ക് ആണ്. ആവറേജ് യൂസേജ് നമുക്ക് കണ്ടുപിടിക്കണം.
ആവറേജ് യൂസേജ് ലീഡ് ടൈം വീക്ക് അല്ലേ, അപ്പൊ യൂസേജും വീക്കിൽ തന്നെ വേണം. അപ്പൊ ഒരു വീക്കിൽ എത്രയാണ് യൂസ് ചെയ്യുന്നത്, ഒരു വീക്കിൽ എത്രയാണ് യൂസ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കണം. ആവറേജ് യൂസേജ് പെർ വീക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ യൂസേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ യൂസേജ് എത്രയാ, ഒരു വർഷത്തെ, അതായത് 50 വീക്കുള്ള 50 വീക്സ് ഉള്ള ഒരു വർഷത്തെ യൂസേജ് എത്രയാ, 6 lakh. അപ്പൊ ഒരു വീക്കിൽ യൂസേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വീക്സ്, ദാറ്റ് ഇസ് 50 ചെയ്താൽ മതി. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ 12,000 വരും. ആവറേജ് യൂസേജ് വരുന്ന എത്രയാ, 12,000. ആവറേജ് യൂസേജ് വരുന്ന 12,000. അപ്പൊ ആവറേജ് യൂസേജ് അവിടെ എടുത്തു 12,000. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 20,000 മൈനസ് 12,000, 8,000 യൂണിറ്റ്സ്. 8,000 യൂണിറ്റ്സ് ആണ് മിനിമം ഇൻവെന്ററി ലെവൽ. മിനിമം ഇൻവെന്ററി ലെവൽ അല്ലെങ്കിൽ ബഫർ ഇൻവെന്ററി ലെവൽ എത്രയാ, റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം ചെയ്തിട്ട് 8,000 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ 8,000 യൂണിറ്റ്സ് അവിടെ എഴുതി. അപ്പൊ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് ഓൾറെഡി കിട്ടി. ഹോൾഡിംഗ് കോസ്റ്റില് CH ഇൻറ്റു Q/2 പ്ലസ് മിനിമം ഇൻവെന്ററി 8,000, അതും കൂടെ ചെയ്യുന്ന സമയത്ത് എത്ര വരും, 1,100,000 divided by 2 plus 8,000 into 0.5, that is 29,000. 29,000. So 29,000 is the holding cost. 29,000 is the holding cost, and ordering cost is 1,200. So the total cost is 29,000 plus 1,200, that is 30,200. So the inventory management total cost is 30,200 per year. Okay, this is how you need to answer the question number 85. Okay, 85 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. Okay, clear ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. We can move to the next question, that is question number 86. 86. What is the company's working capital requirement for the coming year in millions? Okay, to one decimal place. So we need to round off it into one decimal place. So what is the net working capital? That is the question here. What is the net working capital in millions? So for the coming year, a company has budgeted sales of 2 million per month. So it is per month. The total annual sales will be 2 million into 12. So okay, annual sales will be 2 million into 12. Annual sales will be $2 million into 12. Then we will get the total sales, that is $24 million. That is the annual sales. That is the annual sales. 80% of which will be credit. So annual sales is 24 million. Then the credit sales. Okay, what is the credit sale? Credit sale is 80% of the total sales. That is for the 24 million, if you are multiplying it with 80%, then the credit sale is $19.2 million. 19.2 million is the credit sales. So നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് തന്നെ ടോട്ടൽ സെയിൽസ് എന്താണെന്നും ക്രെഡിറ്റ് സെയിൽസ് എന്താണെന്നും ചോദ്യം വായിച്ച സമയത്ത് തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് ഈ ക്രെഡിറ്റ് സെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് റിസീവബിൾസിന്റെ എമൗണ്ട് കാണേണ്ടതും അങ്ങനെയൊക്കെ കാണേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് എക്സ്പെക്ട്സ് അക്കൗണ്ട്സ് റിസീവബിൾ പേയ്മെന്റ് പീരിയഡ് ടു ബി, റിസീവബിൾസിന്റെ ഡേയ്സ് എത്രയാണ്, പീരിയഡ് എത്രയാണ്, 3 months. റിസീവബിൾസിന്റെ ഡേയ്സ് എത്രയാണ്, 3 months. സോ അപ്പൊ നമുക്ക് ആവറേജ് റിസീവബിൾസ് കിട്ടും. ആവറേജ് റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് 19.2 അറിയല്ലോ. റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു റിസീവബിൾ പീരിയഡ് ഡിവൈഡ് ബൈ ടോട്ടൽ പീരിയഡ് ആണല്ലോ. ഓക്കെ, അപ്പൊ 19.2 ആണ് ക്രെഡിറ്റ് സെയിൽസ്. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ റിസീവബിൾ ഡേയ്സ് എത്രയാ, 3 months ആണ്. 3 months ആണ് എടുക്കുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ ടോട്ടൽ മന്ത്സ് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 19.2 into 3 by 12, that is 4.8 million is the 4.8 million is the average receivables. So ഈ ക്വസ്റ്റ്യനിൽ റിസീവബിൾസ് അല്ല ചോദിച്ചിട്ടുള്ളത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എന്താണ്, റിസീവബിൾസ് കിട്ടി, ഇനി ഇൻവെന്ററിയും കിട്ടണം, പേയബിൾസും കിട്ടണം. ഫോർകാസ്റ്റ് ആവറേജ് ഇൻവെന്ററി ആൻഡ് അക്കൗണ്ട് പേയബിൾസ് ആർ, ഇൻവെന്ററി എത്രയാണ്, 10 million ആണ്, പേയബിൾസ് 4 million ആണ്. അപ്പൊ ഇൻവെന്ററി തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ട്,
ആവറേജ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 million. ദാറ്റ് ഈസ് 10 million. ആവറേജ് പേയബിൾസ് എത്രയാണ്? അതും ഡയറക്ട്ലി തന്നിട്ടുണ്ട്, 4 million. എങ്ങനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു റിസീവബിൾസ് പ്ലസ് ഇൻവെന്ററി. Receivables 4.8 plus inventory minus payables, that is 10.8 million. That is the net working capital. So for the next period, so for the coming year, the working capital requirement is $10.8 million. Okay, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. Question number 86. Okay, question number 86 ആൻസർ 10.8 million. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question is, which two of the following are correct descriptions of net working capital? Net working capitalന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് current asset minus current liabilities. current asset minus current liabilities നമുക്കത് അറിയണം. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ്സ്, നമ്മുടെ ബിസിനസ്സിലെ കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത് വരുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. രണ്ടെണ്ണം സെലക്ട് ചെയ്യാനാ പറഞ്ഞത്. ഫസ്റ്റ് വൺ അത് തന്നെയാ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ പറയുന്നത് ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരിയഡ് പ്ലസ് പേയബിൾ പേയ്മെന്റ് പീരിയഡ്. ഇതെന്താ? ഇത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ അല്ല, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾഡ് ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതല്ല. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി, ഇത് കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതുമല്ല. അപ്പൊ എന്തായാലും നമുക്ക് അറിയാം, നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ആണ്, പിന്നെ ഒന്ന് ഡി ആയിരിക്കും. ഡി എന്താ പറയുന്നത്? ദ ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ നെറ്റ് കറണ്ട് അസറ്റ്. ഓക്കെ, നെറ്റ് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ആണ്. അവിടെ നെറ്റ് കറണ്ട് അസറ്റ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ ബിസിനസ്സിൽ ഒരു കറണ്ട് അസറ്റ് ഉണ്ട്. ഈ കറണ്ട് അസറ്റ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഈ കറണ്ട് അസറ്റ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഈ കറണ്ട് അസറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്? ഈ കറണ്ട് അസറ്റിനെ എങ്ങനെയാണ് ഫൈനാൻസിങ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഷോർട്ട് ടേമിലേക്ക്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫൈനാൻസ് എത്രത്തോളം യൂസ് ചെയ്തു എന്നുള്ളതാണ് കറണ്ട് ലൈബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി ആണ് നെറ്റ് കറണ്ട് അസറ്റ്. ഓക്കെ, അപ്പൊ കറണ്ട് അസറ്റിന്റെ എത്രത്തോളം കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നോ ആ കറണ്ട് അസറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ കറണ്ട് ലൈബിലിറ്റി ആയിട്ടായിരിക്കില്ല ഫൈനാൻസ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ഫൈനാൻസ് ചെയ്തിട്ട് ബാക്കിയുള്ള കറണ്ട് അസറ്റ് ഇല്ലേ, കറണ്ട് ലൈബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇഫ് കറണ്ട് അസറ്റ് ഇസ് 10 million, കറണ്ട് അസറ്റ് 10 million ആണ്. ഇൻവെന്ററി, റിസീവബിൾസ്, ക്യാഷ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കറണ്ട് ലൈബിലിറ്റി ആകെ 8 million ഉള്ളൂ. ഓക്കെ, കറണ്ട് ലൈബിലിറ്റി 8 million ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ കറണ്ട് അസറ്റിന്റെ 8 million ആണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതാണല്ലോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് അസറ്റ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് which is current asset minus current liability. Here it is 10 minus 8, that is 2 million. 2 million ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ്. അത് ഡയറക്ട്ലി ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എങ്ങനെയാവുന്നു? ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഈ 2 million എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 10 million കറണ്ട് അസറ്റ്, അതിൽ 8 million കറണ്ട് ലൈബിലിറ്റി വെച്ച് ഫൈനാൻസ് ചെയ്തു. ബാക്കിയുള്ള 2 millionോ? ബാക്കിയുള്ള 2 million വരുന്നത് എന്താണ്? ലോങ് ടേം ആയിരിക്കും. കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടേം, ബാക്കിയുള്ള 2 million എന്തായിരിക്കും? ലോങ് ടേം ഫൈനാൻസ്. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 2 million ആണല്ലോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ഫൈനാൻസ്. കറണ്ട് അസറ്റ്സിൽ ലോങ് ടേം ഫൈനാൻസ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ലോങ് ടേം ഫൈനാൻസ് ചെയ്യുന്നു, അതായത് കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റി കുറച്ചു, ബാക്കിയുള്ളൊരു എമൗണ്ട് ഇല്ലേ, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോങ് ടേം ഫൈനാൻസ് എന്ന് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ ലോങ് ടേം ഫൈനാൻസ് ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. എത്രത്തോളം ലോങ് ടേം ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റി കുറച്ചിട്ടുള്ള ബാക്കി ഒരു എമൗണ്ട് ഉണ്ടല്ലേ, അത് തന്നെയാണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം ഫൈനാൻസ് വെച്ച് സോഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് എന്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ആൻസർ കിട്ടാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആണെന്ന് അറിയാം.
ബിയും സിയും എന്തായാലും എല്ലാം അറിയാം, പിന്നെ നമ്മൾ എന്തായാലും ഡി തന്നെയാണ് ചൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 87. Then we can move to the next question, question number 88. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിക്കുന്നത്, മാച്ച് ചെയ്യാനാണ്. റിലേറ്റീവ്ലി ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കൂടുതൽ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. കൂടുതൽ കറണ്ട് അസറ്റ് കീപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കീപ്പ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ കീപ്പ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലെ കൺസർവേറ്റീവ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലെ കൺസർവേറ്റീവ് എന്താ? നമ്മൾ റിസ്ക് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് മാച്ചിങ് അത് തന്നെയാണ്. ഇനി ലോ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിലെ അഗ്രസീവ് ഇതാണ് വരുന്നത്. ഇനി ലാർജ് എമൗണ്ട് ഓഫ് ഷോർട്ട് ടേം, മോർ ഷോർട്ട് ടേം ഏതാ? ഷോർട്ട് ടേം കൂടുതൽ, ഇത് ഫണ്ടിങ് പോളിസിയാ. ഫണ്ടിങ് പോളിസിയിൽ ഷോർട്ട് ടേം ഫൈനാൻസ് കൂടുതൽ ഉപയോഗിക്കുന്നു. ഫണ്ടിങ് പോളിസിയിൽ റിസ്ക് കൂടിയ, റീഫൈനാൻസ് റിസ്ക് കൂടിയ ഷോർട്ട് ടേം കൂടുതൽ ഉപയോഗിക്കുന്നു. അപ്പൊ അതേതാണ്? അഗ്രസീവാ ഫൈനാൻസിങ് പോളിസിയിലെ അഗ്രസീവ് ഫൈനാൻസിങ് സ്ട്രാറ്റജി. ഓക്കെ, മറ്റെന്തായിരിക്കും? സ്മോൾ എമൗണ്ട് ഓഫ് ഷോർട്ട് ടേം ഉപയോഗിക്കുന്നതോ? ദാറ്റ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഒരു മാച്ചിങ് അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും കൂടെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ സെക്ഷൻ എ ക്വസ്റ്റ്യൻ, MCQ ക്വസ്റ്റ്യൻ, സെക്ഷൻ എ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ സെക്ഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വീണ്ടും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ വെറുതെ എൻ്റെ വീഡിയോസ് കണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇതുപോലെ നമ്മൾ ഇനി സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഈ ഒരു പ്ലാൻ ലിസ്റ്റിൽ ഈ റിവിഷൻ കിറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്. ബൈ.